എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നുണ്ടല്ലോ മുളക് ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 10-20 ഉണക്കമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 7 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ അലിയിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. പിന്നെ നമ്മളൊരു അല്പം കറിവേപ്പിലയും കടുവും താളിച്ചാണ് ഇതെടുക്കുന്നത് ലാസ്റ്റ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി. ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് നമ്മുടെ മുളക് ചമ്മന്തി. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചെറുള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉണക്കമുളകും കൂടെ നമ്മൾ ഇടുവാണ്. ഇതും കൂടെ നമ്മളൊന്ന് നോക്കിച്ചെടുക്കാം. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ അമ്മയൊക്കെ നമുക്ക് ഈ ഉണക്കമുളക് ചമ്മന്തി ഉണ്ടാക്കി തരുമ്പോൾ ഇത് നന്നായിട്ട് ചുട്ടാണ്. അന്ന് നമ്മൾ പാലിനകത്തൊന്നും ചൂടാക്കരുത്. നമ്മൾ ഈ വിറകടുപ്പിനകത്തിട്ട് ചുട്ട് നമ്മളിതെല്ലാം കൂടെ എടുത്തിട്ടാണ് ഇത് ചമ്മന്തിയാക്കുന്നത്. പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കപ്പയുടെ കൂടെ കഴിക്കാം. ഇന്ന് ഞങ്ങൾക്ക് ചക്ക ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ മുളകുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ഇതാകണം. ഇടിച്ചു കഴിഞ്ഞ് ചതക്കത്തക്ക രീതിക്ക് മുളക് ഇതാകണം. അതേ നമ്മുടെ മുളകായിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇതാണ്ട് നമ്മുടെ ഉള്ളി മുളക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഉണക്കമുളകും ചെറുള്ളിയും കൂടെ ആദ്യം നന്നായിട്ട് ഇടിച്ചെടുക്കാൻ പോവാണ്. ചെറുള്ളി നമ്മൾ നന്നായിട്ട് ഒരുമാതിരി വാട്ടിയിട്ടുണ്ട്. ചെറുള്ളി ചതയ്ക്കുവാണ്. നമ്മൾ ഈ ചെറുള്ളി ഇതിനകത്ത് ചേർക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറുള്ളി ചേർക്കുന്നത്. ഇത് നമ്മൾ ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. മുളക് ഇട്ട് കൊടുക്കുവാണ്. ഈ പരുവത്തിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണേ, എന്നാലേ പെട്ടെന്ന് ചതഞ്ഞ് ഇതാകത്തുള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഇതൊരു എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ മുളക് ഇടിച്ചതെന്ന് പറയുന്നത്. അമ്മ അത് ഇടിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതായിട്ട് നമ്മുടെ മുളകും ചെറുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് റെഡിയാവുന്നുണ്ട് കേട്ടോ. അല്പം കൂടി ഇടിഞ്ഞ് ചതയണം. നമ്മൾ ഉപ്പും കൂടെ ചേർക്കുവാണ്. കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിയും കൂടെ നമ്മൾ ചതയ്ക്കാൻ ചേർക്കുക. ഇപ്പം തന്നെ അടിപൊളി ടേസ്റ്റി ആയിരിക്കും, എങ്കിലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ താളിക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഇട്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും കൂടെ വരും. ഇപ്പം തന്നെ കഴിക്കാൻ പരുവമായി. കപ്പയ്ക്കും ചൂട് ചോറിനും ഒക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് സാധനമാട്ടോ ഈ സംഭവം. ഈ സംഭവം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ മുളക് ഇടിച്ച ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ചോറ് മനസ്സ് നിറച്ച് കഴിക്കാം. വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ മുളക് ചതച്ച ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. നമ്മളതിന് അല്പം കറിവേപ്പിലും കൂടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴല്ലോ പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മുളക് ചതച്ചത്
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ താളിച്ചാൽ മതി. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ പരുവത്തിനായി. നമ്മുടെ മുളക് ചമ്മന്തി ഇപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ ഒറ്റപ്പറ ചോറ് കഴിക്കാം. കണ്ടോ, അടിപൊളി ചമ്മന്തി. നമ്മളിപ്പോ ഇനി ഇത് താളിക്കുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ ചമ്മന്തി അടിപൊളിയായി. കണ്ടോ, അടിപ്പ ചമ്മന്തി കണ്ടോ, അതിന്റെ കളറൊക്കെ കണ്ടോ, സൂപ്പർ ചമ്മന്തി. ഇങ്ങനെ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പയ്ക്കും ചൂട് ചോറിനും നമ്മുടെ ചക്ക വേവിച്ചതിനും ഒക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് സാധനം. ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എരിവൊന്ന് കുറയും. ഇപ്പം തന്നെ നാക്കി വെള്ളം വന്നു. അപാര സംഭവം തന്നെ. എടുത്തു വെച്ചേക്കുന്ന നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തില്ലേ, ആ എണ്ണ തന്നെ നമ്മൾ ഒഴിക്കുവാണേ. എണ്ണ കൂടുതൽ ഒഴിക്കുന്നത് എരിവ് കുറയും. അതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. ഒന്ന് ഇളക്കി കൊടുത്തേക്ക്. വേണ്ട, നമ്മുടെ അടിപൊളി മുളക് ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഇതേ രീതിയിലൊന്ന് നോക്കണേ. അടിപൊളി. അപ്പം പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം. ബൈ ബൈ.